പിറ്റേന്ന് രാവിലെ ആദ്യം ഉണർന്നത് ശ്രീനന്ദയായിരുന്നു. അവൾ കൈയെത്തിച്ച് ഫോണെടുത്ത് നോക്കുമ്പോഴേക്കും സമയം ഏകദേശം 7 മണിയോട് അടുത്തിരുന്നു. പക്ഷെ അവളെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നും ആയിരുന്നില്ല. അഥർവ് ഇപ്പോഴും ആര്യൻകുട്ടനെയും കെട്ടിപ്പിടിച്ച് അതേ കിടപ്പ് തന്നെയാണ്. അവൾ അഥർവിനെ തട്ടി വിളിച്ചുണർത്തി. ആര്യനെ ഉണർത്താതെ മെല്ലെ അവൻ എണീറ്റിരുന്നു. എന്താ നന്ദ, ഏട്ടന് ഓഫീസിൽ പോകുന്നില്ലേ? ഇതേ സമയം 7 ആയല്ലോ. ഓ, ഞാനിന്ന് പോകുന്നില്ല. ഇന്നൊരു ദിവസം ഞാൻ ലീവാണ്. അഥർവ് പറഞ്ഞപ്പോൾ ശ്രീനന്ദ സംശയത്തോടെ കണ്ണു ചുരുക്കി അവനെ നോക്കി. തനിക്ക് കോളേജിൽ പോകാനുള്ളതല്ലേ, പോയി റെഡിയാവ്. പിന്നെ ഒരു കാര്യം, നന്ദ ഇന്ന് ബസ്സിൽ കോളേജിലേക്ക് പോകണം കേട്ടോ. അച്ഛൻ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തരും തന്നെ. അഥർവ് പറഞ്ഞപ്പോൾ അവനെ നോക്കി ഒന്ന് തലകുലുക്കിക്കൊണ്ട് അവൾ ഫ്രഷ് ആവാനായി പോയി. രാവിലെ ഇന്ദിരയോടും അഥർവിനോടും യാത്ര പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ മാധവന്റെ ബൈക്കിലാണ് ബസ് സ്റ്റോപ്പ് വരെ ചെന്നത്. അതേസമയം അഥർവിന് എന്തോ വയ്യായിക ആയതുകൊണ്ട് അവൻ ഓഫീസിലേക്ക് പോകുന്നില്ലെന്നാണ് മാധവനോടും ഇന്ദിരയോടും പറഞ്ഞത്. ഹോസ്പിറ്റലിൽ പോകാമെന്ന് അവർ നിർബന്ധിച്ചപ്പോൾ ചെറിയൊരു തലവേദനയുള്ളൂ എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. അന്നേ ദിവസം ആര്യൻകുട്ടനെ സ്കൂളിൽ വിടാൻ വേണ്ടി യൂണിഫോം ഇടിയിപ്പിച്ചതും അവൻ ആഹാരം കൊടുത്തതുമൊക്കെ അഥർവ് തന്നെയായിരുന്നു. ഇന്ദിര ചെയ്യാന്ന് പറഞ്ഞിട്ടും അഥർവ് അതിന് സമ്മതിക്കാതെ എല്ലാം സ്വയം ചെയ്തു കൊടുത്തു. സ്കൂൾ ബസ്സിൽ വിടുന്നതിനു പകരം ആര്യൻകുട്ടനെ അവൻ അന്ന് സ്വന്തം കാറിലാണ് സ്കൂളിലേക്ക് കൊണ്ടുവിട്ടത്. അഥർവിന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ അസ്വാഭാവികത തോന്നി ഇന്ദിരയ്ക്ക്. പക്ഷെ അവരതേപ്പറ്റി മാധവനോടൊന്നും പറഞ്ഞില്ല. എല്ലാം ഉള്ളിൽ തന്നെ സൂക്ഷിച്ചു. സ്കൂളിലേക്ക് ആര്യൻകുട്ടനെയും കൊണ്ട് കാറി പോകുന്ന വഴി അഥർവിന്റെ നോട്ടം ഇടയ്ക്കിടയ്ക്ക് ആ കുഞ്ഞു മുഖത്തേക്ക് നീളുന്നുണ്ടായിരുന്നു. കാര്യമറിയാതെ അഥർവിന്റെ ചങ്കു പിടിച്ചു. അതീവ സ്നേഹത്തോടെ ആര്യൻകുട്ടന്റെ നെറ്റിയിലൊന്ന് മുകർന്നുകൊണ്ട് അഥർവ് അവനെ സ്കൂളിലാക്കി. തിരികെ വരുംവഴി അഥർവിന്റെ മിഴികൾ നിറഞ്ഞൊഴുകി. എന്തോ അനർത്ഥമായത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അവന്റെ മനസ്സ് അവനോട് പറയാതെ പറഞ്ഞു. പിന്നീടുള്ള ഓരോ നിമിഷങ്ങളും എണ്ണിയാണ് അവൻ കാത്തിരുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോയവൻ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ പോലും താഴേക്ക് ഇറങ്ങി വന്നില്ല. തന്റെ മകന്റെ അവസ്ഥയോർത്ത് ഇന്ദിരയ്ക്കും ഉള്ളു നോവുന്നുണ്ടായിരുന്നു. വൈകിട്ട് ആദ്യം വന്നത് ശ്രീനന്ദയാണ്. അവൾ വന്ന് ഫ്രഷായ ശേഷമാണ് അഥർവിന്റെ മുറിയിലേക്ക് ചെന്നത്. അവൻ ആ സമയം ഓഫീസ് റൂമിലായിരുന്നു. സാധാരണ അവൻ ഓഫീസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഓഫീസ് റൂമിന്റെ ഡോറ് ലോക്ക് ചെയ്യാറില്ല. പക്ഷെ ഇന്ന് ഡോറൊക്കെ ലോക്ക് ചെയ്ത് അവൻ അതിനുള്ളിൽ തന്നെയാണ്. അതുകൊണ്ട് അവളും അവനെ ശല്യപ്പെടുത്താൻ അങ്ങോട്ട് പോയില്ല. ആര്യൻകുട്ടൻ സ്കൂള് വിട്ടു വരുന്ന സമയം ഇന്ദിരയും മാധവനും എന്നത്തെയും പോലെ ഗാർഡനിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൻ ഓടി അവർക്കടുത്തേക്ക് ചെന്നു. പിന്നാലെ ശ്രീനന്ദയും അവിടേക്ക് വന്നു. അതേസമയം ഓഫീസ് റൂമിൽ നിന്ന് സ്വന്തം റൂമിലേക്ക് മടങ്ങിയെത്തിയ അഥർവ് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഗാർഡനിലെ ആ കാഴ്ചകളെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അകത്തേക്ക് കടന്നു വരുന്ന ആ ചുവന്ന കാറ് കണ്ടപ്പോൾ തന്നെ അഥർവിന് മനസ്സിലായി അത് ആരുടേതാണെന്ന്. അവനൊരു വെപ്രാളത്തോടെ ഫോണും എടുത്തുകൊണ്ട് ധൃതിയിൽ താഴേക്കുള്ള പടികൾ ഓടിയിറങ്ങി. ഗാർഡനിൽ നിൽക്കുന്ന ആര്യൻകുട്ടനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതേസമയം കാറ് വീട്ടുമുറ്റത്തേക്ക് നിർത്തിയിട്ടതുകൊണ്ട് ഡോർ തുറന്നിറങ്ങി വരുന്നവളെ മാധവനും ഇന്ദിരയും വെറുപ്പോടെ നോക്കി. ശ്രീനന്ദയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നുമില്ല. അവളെല്ലാവരെയും മാറി മാറി നോക്കുകയാണ്. ഒരു വിജയച്ചിരിയോടെ തനിക്കടുത്തേക്ക് വരുന്ന ജ്യോതിയെ അഥർവ് ദേഷ്യത്തോടെ നോക്കി. കയ്യിലിരുന്ന ഹോസ് താഴേക്കിട്ടുകൊണ്ട് ഇന്ദിര അവൾക്കടുത്തേക്ക് വന്നു. നീ എന്തിനാ ഇനി ഇവിടേക്ക് വന്നത്? എന്റെ മോന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങിപ്പോയവളല്ലേ നീയാ? ഇപ്പോഴവൻ മറ്റൊരു ജീവിതത്തിൽ സന്തോഷവാനാണെന്ന് കണ്ടതും ആ സന്തോഷം ഇല്ലാതാക്കാൻ വേണ്ടിയാണോടി നീ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വന്നിരിക്കുന്നത്? ഇന്ദിര രൂക്ഷമായി ജ്യോതിയെ നോക്കി ചോദിച്ചു. തന്റെ മകന്റെ ജീവിതം തകർത്ത് കളഞ്ഞവളോടുള്ള എല്ലാ വാശിയും ദേഷ്യവും ഇന്ദിരയുടെ ആ ചോദ്യത്തിൽ ഉയർന്നു നിന്നു. ഞാൻ വീണ്ടും നിങ്ങളുടെ മകന്റെ ജീവിതത്തിലേക്ക് ഒരു കരടാകാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷങ്ങളൊന്നും തല്ലിക്കെടുത്താനോ വന്നതല്ല. ഞാൻ വന്നത് എന്തിനാണെന്ന് ഈ നിൽക്കുന്ന അഥർവിനറിയാം, അല്ലേ അഥർവ്? അതും പറഞ്ഞുകൊണ്ട് ജ്യോതി ബാഗിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് അഥർവിന്റെ നേർക്ക് നീട്ടി. അവനത് വാങ്ങാൻ മടിച്ചതും അവളുടെ മുഖത്തൊരു ചിരി വിടർന്നു. അതുകൂടി കണ്ടതോടെ അഥർവ് ആ പേപ്പർ തട്ടിപ്പറിക്കുന്നത് പോലെ കയ്യിലേക്ക് വാങ്ങി. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനാകാതെ ഇന്ദിരയും മാധവനും ശ്രീനന്ദയും നിൽക്കുകയാണ്. തന്റെ കയ്യിലിരിക്കുന്ന ആര്യൻകുട്ടനെ ശ്രീനന്ദയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ടാണ് അഥർവ് ആ പേപ്പർ തുറന്നത്. അതിലെഴുതി ചേർത്തിരിക്കുന്ന ഇംഗ്ലീഷ് വാചകങ്ങളിലൂടെ അഥർവിന്റെ മിഴികൾ ഓടി നടന്നു. വല്ലാത്തൊരു ദേഷ്യത്തിൽ അഥർവ് ജ്യോതിയെ നോക്കുന്നു.
നീ നീ പറഞ്ഞുകൊണ്ട് അഥർവ് അവൾക്ക് നേരെ വിരൽ ചൂട്ടി. അവന്റെ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് അവൾ ആ കൈ ബലമായി താഴ്ത്തി വെച്ചു. നോക്കഥർവ്, ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ട് കാണുമല്ലോ. എന്റെ മകനെ എനിക്ക് വേണം. ജ്യോതിയുടെ ശബ്ദം വല്ലാത്തൊരു മൂർച്ചയോടെ അവിടെ നിന്ന് ഓരോരുത്തരുടെയും കാതുകളിലേക്ക് വന്നു പതിഞ്ഞു. എല്ലാവരുടെയും കണ്ണുകൾ ഒരു നിമിഷം അഥർവിലേക്ക് നീണ്ടു. അവൻ എന്താകും പറയാൻ പോകുന്നത് എന്നറിയുവാനേ. അതേസമയം അഥർവ് തിരിച്ചൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും ഇന്ദിരയ്ക്ക് ദേഷ്യം വന്നു. അവർ അതേ ദേഷ്യത്തോടെ തന്റെ മകന്റെ മുഖത്തേക്ക് നോക്കി. ശേഷം ജ്യോതിയെയും, പ്രസവിച്ച് പാലുകുടി പോലും മാറാത്ത ഈ കുഞ്ഞിനെ നിനക്ക് വേണ്ടെന്ന് തീർത്തു പറഞ്ഞിട്ടല്ലേ നീ ഈ വീടിന്റെ പടികളിറങ്ങിയത്? അന്ന് നിന്നെ ഒരുപാട് നിർബന്ധിച്ചു. പാലുകുടി മാറാത്ത കുഞ്ഞാണ്, അതിനെ നീ കൂടെ കൂട്ടണമെന്ന്. അന്നൊക്കെ നിനക്കൊരു തരം വാശിയായിരുന്നു. എന്നിട്ടിപ്പോ എന്റെ മോൻ സന്തോഷമായി ജീവിക്കുന്നുവെന്ന് കണ്ടപ്പോ അവന്റെ എല്ലാ സന്തോഷങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി അവന്റെ മകനെ അവനിന്ന് നടത്തിയെടുക്കാനല്ലേ നീ വന്നത്? എന്തായാലും കുഞ്ഞിനെ ഞങ്ങൾ വിട്ടുതരില്ല, അല്ലേ അഥർ? ഇന്ദിര ഒരു ഉറപ്പിനു വേണ്ടി അഥർവിന്റെ മുഖത്തേക്ക് നോക്കി. അവൻ ഫോണും എടുത്ത് അവന്റെ ഫ്രണ്ട് അഡ്വക്കേറ്റ് ജോയലിന്റെ നമ്പർ ഡയൽ ചെയ്തു. എല്ലാവരിൽ നിന്നും അല്പം നീങ്ങി നിന്നു. ജോയലിനെ വിളിച്ച് അഥർവ് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ശേഷം ജ്യോതി കൊണ്ടുവന്ന പേപ്പർ ഒരു ഫോട്ടോ എടുത്ത് അവന് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഏകദേശം 5 മിനിറ്റോളം കഴിഞ്ഞപ്പോഴേക്കും ജോയലിന്റെ കോൾ വന്നു. അഥർവ്, ഇതല്പം സീരിയസ് ആണ്. തൽക്കാലം നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ ഈ നോട്ടീസുമായിട്ടാണ് വന്നതെങ്കിൽ കുഞ്ഞിനെ അവർക്ക് വിട്ടുകൊടുക്കാതെ യാതൊരു ഓപ്ഷനുമില്ല. അഥർവ് പൂർണ്ണമായും തളർന്നു പോയിരുന്നു. അവന്റെ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു അഥർവ്. എനിക്ക് സമയമില്ല, പോകാൻ അല്പം തിരക്കുണ്ട്. എന്റെ കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് പോകായിരുന്നു. ജ്യോതി പറഞ്ഞതും അഥർവ് ദേഷ്യത്തോടെ മിഴികളും നിറുക്കി അടച്ചു തുറന്നു. അവന്റെ കൺകോണിൽ നനവ് പടർന്നു. ഇരു കൈകൊണ്ട് മുഖം അമർത്തി തുടച്ച ശേഷം അവൻ അവൾക്ക് മുന്നിലേക്ക് വന്നു. നോക്ക് ജ്യോതി, നിന്റെ വാശിക്ക് മുമ്പിൽ ബലിയാടാകാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞാണ്. അഥർവിന്റെ സ്വരം കൂടുതൽ ദയനീയമായി. നമ്മുടെ കുഞ്ഞോ? അഥർവ് എന്തിനാണ് കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കുന്നത്? ഇവൻ എന്റെ മാത്രം മകനാണെന്ന ആ സത്യം അഥർവിനറിയാവുന്നതല്ലേ? ജ്യോതി അഥർവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോ അവന്റെ മുഖം കുനിഞ്ഞുപോയി. ഇന്ദിരയും മാധവനും ശ്രീനന്ദിയും ഒരു ഞെട്ടലോടെ അഥർവിനെ നോക്കി. തുടരും. ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഈ കഥ എഴുതിക്കോട്ടെ. ഒരിക്കലും നിങ്ങളെ നിരാശരാക്കില്ല.